ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം നിവിൻ പോളിയുടെ സർവം മായ എന്ന സിനിമയെക്കുറിച്ച്. അതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇപ്പോൾ നമ്മളിപ്പോൾ അടുത്ത കാലത്ത് കണ്ടുവരുന്നത് ഈ ചെറുപ്പക്കാരുടെ പടങ്ങൾ വരുമ്പോൾ വൻ വിജയം കൊയ്യുന്നു. യുവാക്കളുടെ പടം നിവിൻ പോളി, ഫഹദ് ഫാസിൽ, മറ്റേ ടോവിനോ, ഇവരുടെ എല്ലാം പടം തല്ലിപ്പൊളി പടമായാലും 75 കോടി 100 കോടി കളക്ട് ചെയ്യും. അതേസമയം മമ്മൂട്ടിയുടെയും മോഹൻലാലിൻ്റെയും പടം എത്ര നല്ലതായാലും ഫ്ലോപ്പാവുകയും ചെയ്യുന്നു. കാരണം മറ്റൊന്നും കൊണ്ടല്ല, പ്രായത്തിൻ്റെ പ്രശ്നം തന്നെയാണ്. ഈ സിനിമയിൽ പ്രായം വലിയൊരു ഘടകമാണ്. ഈ ചെറുപ്പക്കാരൊന്നും പ്രായമുള്ള ആൾക്കാരുടെ പടം കാണൂല പോയിട്ട്. ഇപ്പോൾ ഒരു 15 വയസ്സിനും 25 വയസ്സിൻ്റെ ഇടയിലെ ചെറുപ്പക്കാരാണ് സിനിമ കാണുന്നത്. സിനിമ വിജയിപ്പിക്കുന്നവരാണ്. അവർക്ക് ഈ മമ്മൂട്ടിൻ്റെ മോഹൻലാലിൻ്റെ വയസ്സ് പിടിച്ചു നിർത്താൻ കഴിയുന്നില്ലല്ലോ. പുറമേ അവരെന്ത് മേക്കപ്പ് ഇട്ടാലും വയസ്സ് മനസ്സിലാകുന്നുണ്ട്. അവരെ മനസ്സ് ചെറുതായിരിക്കും, പക്ഷേ ശരീരം ചുളിഞ്ഞതാണ്. അപ്പോൾ അത് ചെറുപ്പക്കാർക്ക് ഇഷ്ടപ്പെടില്ല. അതുകൊണ്ടാണ് ഈ മമ്മൂട്ടിൻ്റെ മോഹൻലാലിൻ്റെ പടങ്ങൾ ഇപ്പോൾ എത്ര നല്ലതായാലും വിജയിക്കാത്തത്. അതേസമയത്ത് ചവറ് പടം ഈ ഫഹദിൻ്റെതും നെസ്ലേൻ്റെ എല്ലാം പടം ഇറങ്ങിയാൽ 100 കോടി. അത് ഇന്നത്തെ കുട്ടികൾക്ക് ചെറുപ്പക്കാരുടെ പടം തല്ലിപ്പൊളിയാലും അത് കണ്ടാൽ മതി. അവർ വയസ്സന്മാർ ഇഷ്ടപ്പെടുന്നില്ല. പക്ഷേ മമ്മൂട്ടിക്ക് മോഹൻലാലിനും ഇപ്പോഴും അവരെ വിചാരം ചെറുപ്പക്കാരെന്നാണ്. കാരണം മനസ്സ് ചെറുതായതുകൊണ്ട് അവർ ശരീരം വയസ്സായത് അവർ അറിയുന്നില്ല. അവരിപ്പോൾ മോഹൻലാൽ ഇപ്പോൾ ഡാൻസ് കളിക്കുന്നു. കുറച്ചൊരു ഉളുപ്പുണ്ടെങ്കിൽ മോഹൻലാലൊന്നും ഡാൻസ് കളിക്കില്ല, മമ്മൂട്ടിയും ഡാൻസ് കളിക്കുന്നു. ഇങ്ങനെ പറഞ്ഞിട്ട് മമ്മൂട്ടിയും ഡാൻസ് കളിക്കുന്നു. കുറച്ചൊരു നാണവും മാനുണ്ടെങ്കിൽ ഈ പ്രായത്തിൽ ഡാൻസിനെ കളിക്കാൻ നിൽക്കും. അവർ ഒരു കാര്യം ചിന്തിക്കുക, ഇന്നത്തെ കുട്ടികൾക്ക് നമ്മളെ ഇഷ്ടപ്പെടുന്നില്ല എന്ന് മനസ്സിലാക്കാൻ വരും. എന്നിട്ട് അവരെന്ത് ചെയ്യാൻ അച്ഛൻ്റെ റോളിലോ അമ്മാവൻ്റെ റോളിലോ മാറിക്കഴിഞ്ഞാൽ ഈ നെസ്ലേൻ്റെ അച്ഛനായിട്ടും നിവിൻ പോളിൻ്റെ അച്ഛനായിട്ടുള്ള മോഹൻലാലും മമ്മൂട്ടി അഭിനയിച്ചു കഴിഞ്ഞാൽ അവരാരും കുറ്റം പറയില്ല. അവരെ പടം വിജയിക്കുകയും ചെയ്യും. ഇപ്പം ഞാൻ വിജയ പരാജയ കാരണങ്ങൾ പറഞ്ഞതാണ്. ഇപ്പം നിവിൻ പോളിൻ്റെ പടം വലിയ നല്ല പടമൊന്നുമല്ല. നിവിൻ പോളി വലിയ നടനൊന്നുമല്ല. മമ്മൂട്ടിൻ്റെ മോഹൻലാലിൻ്റെ അത്ര നല്ല നടനൊന്നുമല്ല. പക്ഷേ മമ്മൂട്ടി മോഹൻലാൽ വയസ്സായത് കൊണ്ടാണ് പറയുന്നത്. മറ്റു മമ്മൂട്ടിൻ്റെയും മോഹൻലാലിൻ്റെ ചെറുപ്പകാലത്തുള്ള പോലത്തെ നടനല്ല ഈ നിവിൻ പോളിയും ഫഹദൊന്നും. അതിൻ്റെ ഒന്നും കാലത്ത് നിവിൻ പോളിയും ഈ ഫഹദും മറ്റേ ടോവിനൊന്നും എത്തൂല പഴയ മമ്മൂട്ടിൻ്റെയും മോഹൻലാലിൻ്റെയും ഇടയിൽ. അതേപോലെ തന്നെ ബിഗ്ഗസ്റ്റ് സൂപ്പർ സ്റ്റാർ പ്രേം നസീർ സാറിൻ്റെ കാലത്ത് മമ്മൂട്ടിയും മോഹൻലാലും എത്തൂല. അങ്ങനെ ഓരോ സ്റ്റേജിൽ ഓരോ നടന്മാരെ കഴിവുണ്ട്. അപ്പോൾ ഈ നിവിൻ പോളിൻ്റെ പടം 100 കോടിയും മോഹൻലാലിൻ്റെ പടം 10 കോടിയും കളക്ട് ചെയ്തുകൊണ്ട് മോഹൻലാൽ തല്ലിപ്പൊളി നടനാകുന്നില്ല.